പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹാകാലത്തിന്റെ 3-ാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ. പ്രസിദ്ധമായ വിതക്കാരന്റെ ഉപമയാണ് ഇന്ന് ഈശോ നമ്മളോട് തിരുവചനത്തിലൂടെ പറയുന്നത്. ഈശോ കടൽ തീരത്ത് വെച്ചാണ് ഈ വിതക്കാരന്റെ ഉപമ പറയുന്നത്. അക്കാലത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകളോട് സ്വർഗരാജ്യത്തെക്കുറിച്ച്, വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഒരു കടൽ തീരത്ത് വെച്ചാണ്. കടൽ തീരത്ത് ഉള്ളത് വെള്ളം, കര, വള്ളവും വലയും മത്സ്യങ്ങളും വെള്ളത്തിൽ കിടക്കുന്ന ഉരുളൻ കല്ലുകൾ, വഞ്ചി, ഇതൊക്കെയാണ്. തീർച്ചയായും ഓളത്തിൻ്റെ ശബ്ദവും ഒക്കെ ഉണ്ടാവും. ആ സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കൃഷിപ്പാടത്തെക്കുറിച്ച്, കർഷകനെക്കുറിച്ച്, വിത്തിനെക്കുറിച്ച്, മുൾച്ചെടികളെക്കുറിച്ചൊക്കെ പറയാനും ഓർമ്മിക്കാനും ചിന്തിക്കാനും അത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഈശോയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതിൽ നിന്നൊരു വലിയ ആത്മീയ അർത്ഥം കണ്ടെത്താൻ ഈശോയ്ക്ക് ഇവിടെ സാധിക്കുന്നു. അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. സ്നേഹമുള്ളവർ, ഇതുപോലെ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോഴും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അതിലെ കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, മാലാഖമാരെക്കുറിച്ചൊക്കെ ഓർക്കാനും ആ കാര്യങ്ങളിലേക്ക് മനസ്സ് കൊണ്ടുവരുവാനുമുള്ള ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം സവിശേഷമാം വിധം നമുക്ക് നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും സ്വർഗത്തെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ ഓർമ്മ കൊണ്ട് നടക്കാനും, ദൈവത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച്, ദൈവിക പുണ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അത് കൂടുതൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കടൽ തീരത്ത് വഞ്ചിയും വലയും വള്ളവും മത്സ്യങ്ങളും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അതിലും തീർത്തും വ്യത്യസ്തമായ ഒരു കൃഷിപ്പാടത്തെക്കുറിച്ച് പറഞ്ഞ ആളുകളെ അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും അങ്ങ് കൊണ്ടുവന്നതുപോലെ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അതിന് യോജിച്ചവരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് വളരെ പ്രത്യേകമായി വിശുദ്ധ മറിയം ത്രേസ്യയെ അനുസ്മരിക്കുന്നു. നമ്മുടെ സഭയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരാൾ, ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴും സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ച് വിശുദ്ധിയിലെത്തിയ ആ വലിയ പുണ്യവതിയുടെ മാധ്യസ്ഥവും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.